ഇപ്പോഴും ആ രീതി ഇവിടെ തുടരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അഭിരാമി സമ്മതിക്കുമോ? എവിടെ തുടരുന്നുണ്ട്? ഈ മേഖലയിൽ, സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഇപ്പോഴും നിറത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ മറ്റ് ജാതിയുടെ പേരിൽ മാറ്റി നിർത്തുന്നു ഞാൻ പറഞ്ഞാൽ അത് അഭിരാമി ഖണ്ഡിക്കുമോ? അതോ അറിയില്ല. ഉണ്ടെങ്കിൽ അത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ടാലന്റിന്റെ ബേസിസിലാണ് നമ്മൾ ഒരാളെ വിലയിരുത്തേണ്ടത്. അതിൽ വേറെ പാരാമീറ്റേഴ്സ് വരുവാണെങ്കിൽ അത് വെരി അൺഫോർച്ചുനേറ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു പോരാടുന്ന ഒരു സ്ത്രീയാണ് അല്ലെ, സമൂഹത്തിന് വേണ്ടി, നല്ലതിന് വേണ്ടി പോരാടാൻ ചങ്കൂറ്റമുള്ള ഒരു അഭിരാമി എനിക്ക് അറിയാവുന്നതുകൊണ്ടാ പറഞ്ഞത്. അഭിരാമിക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്ന് തോന്നി? ഇല്ല ഇല്ല. എന്തുകൊണ്ടാണ് തോന്നുന്നത്? അതിനുള്ള സമയം ഇല്ല എനിക്ക്. അതിനുള്ള ഒരു അല്ല, സമയമായിട്ടില്ല എന്നാണോ? സമയമില്ല? സമയമില്ല എനിക്ക്. ഇല്ല, എനിക്ക് അതിന്റെ സമയമില്ല. എനിക്ക് അതിനോടുള്ള ഒരു ഇൻക്ലിനേഷൻ ഇല്ല, അത്രേ ഉള്ളൂ. അതിനുള്ള താല്പര്യമില്ല. തെലുങ്കിലാണെങ്കിലും തമിഴ്നാട്ടിലാണ് അഭിനയിക്കുമ്പോൾ അഭിരാമിയുടെ ഒരു പ്രവൃത്തി രീതിയെ കാണുമ്പോൾ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടായിരുന്നു? ഉണ്ട്. ആരാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷെ ഞാൻ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് ഡിക്ലൈൻ ചെയ്തു. തമിഴ്നാട്ടിലാണോ സമീപിച്ചത്, തെലുങ്കിലാണോ സമീപിച്ചത്? പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായി പോകും. ഞാൻ പറയുന്നില്ല. എന്റെ ചോദ്യം കറക്റ്റ് അതിലേക്ക് എത്തി എന്നുള്ളതാണ് അല്ലെ? അതെങ്ങനെ കണ്ടെത്തി? ഞാൻ കണ്ടെത്തിയതല്ല, എത്തിയല്ലോ അല്ലേ? എത്തി. അപ്പം അത് വേണ്ട എന്ന് തീരുമാനിക്കുകയതല്ലേ? ഇനിയും അത് വേണ്ട എന്ന് ഉറപ്പിക്കുകയാണോ? ഇനി ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റുമോ? അതെ, ഉറപ്പിച്ച് പറയാം അല്ലേ? പക്ഷെ ഒരു രാഷ്ട്രീയക്കാരി തമിഴ്നാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ അത് വിടന്നേ, അത് വേറെ കാര്യം സംസാരിക്കും. ഒരു രാഷ്ട്രീയത്തിൽ വരുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അഭിരാമിക്ക് അതിനൊരു ടാലന്റ് ഉണ്ട് എന്ന് എനിക്ക് ശരിക്കും ബോധ്യമുള്ള ഒരു വ്യക്തി. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല മാഷേ. എനിക്ക് എന്റെ സ്വന്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ട്, അത് മാത്രം മതി. എനിക്ക് വേറെ രാഷ്ട്രീയം ഒന്നും വേണ്ട. സമീപിച്ചിരുന്നു. അടുത്ത ടൈറ്റിൽ കിട്ടിയല്ലേ? അതാര് ചോദ്യചിഹ്നം കൊടുക്കാം. അതെ, സമീപിച്ചു. അത് എന്റെ ഒരു ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വന്നത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ സുരേഷ് ചേട്ടന്റെ കൂടെ ഈ സിനിമയിലേക്ക് എത്തിയല്ലോ. സുരേഷ് ചേട്ടനാണെന്ന് അറിയുന്നത് അല്ലെ? നായകൻ സുരേഷ് ചേട്ടനാണ്. സുരേഷ് ചേട്ടൻ്റെ കൂടെ വരുവാണ്. വളരെ സന്തോഷമായിരിക്കും ഉണ്ടായത്. സുരേഷ് ചേട്ടനെ വിളിച്ചിരുന്നു? ഇല്ല, സുരേഷ് ചേട്ടന്റെ പുതിയ നമ്പർ എന്റെ ഇല്ല. ആൾ ഇടയ്ക്കിടയ്ക്ക് നമ്പർ മാറ്റുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് പുതിയ നമ്പർ ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ അടുത്ത് പറഞ്ഞു, സുരേഷ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ അന്വേഷിച്ചായിട്ട് പറയണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ 2-3 ഡേയ്സ് കൂടുമ്പോഴത്തേക്ക് ഞാൻ കാണുമെന്നുള്ള എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സെറ്റിൽ വെച്ച് കാണാമെന്നുള്ളത്. വന്നു കഴിഞ്ഞൊരു കാഴ്ച ഉണ്ടല്ലോ, അതിപ്പോ നമ്മൾ വന്ന് അഭിനയിക്കുന്ന മുമ്പ് സുരേഷ് ചേട്ടനെ കാണുന്ന ആ പഴയ സുരേഷ് ചേട്ടനെ കാണുമല്ലോ, എന്തായിരുന്നു ആ ഒരു മനസ്സിലുണ്ടായ ഒരു ഫീല്? അങ്ങനെ വലിയ ഫീലിംഗ് ഒന്നും എനിക്ക് എന്താ പറയണേ. ഇതിപ്പോ നിങ്ങള് ഒരു സ്ക്രിപ്റ്റിലൊക്കെ എഴുതുമ്പോഴത്തേക്കും ബട്ടർഫ്ലൈസ് ഇവിടെ, അവിടെ ഒരു വയലിൻ സോളോ ഇവിടെ, അങ്ങനെയൊന്നും ഇല്ല മാഷേ. ഈസ് എ വെരി നൈസ് പേഴ്സൺ. ഒരുപാട് വർഷമായിട്ട് എനിക്കറിയാം. എൻ്റെ 16-ാമത്തെ എങ്ങാണ്ടോ വയസ്സിൽ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ്. സോ എനിക്ക് ഐ ഫെൽറ്റ് ലൈക്ക് ഹീസ് ഓൾവേസ് ബിൻ ലൈക്ക് ഒരു ഫാമിലി ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു സഹോദരൻ. ആ ഒരു രീതിയിലാണ് എപ്പോഴും എൻ്റെ അടുത്ത് ഇടപഴകിയിട്ടുള്ളത്. സോ ഐ വാസ് വെരി ഹാപ്പി. രാഷ്ട്രീയത്തിലാണല്ലോ സുരേഷ്, സജീവമായിട്ട് രാഷ്ട്രീയമാണ്. അതൊക്കെ വാർത്തകളൊക്കെ അറിയുന്നുണ്ടല്ലോ. സുരേഷ് ചേട്ടൻ എന്ത് പറഞ്ഞാലും വാർത്തയാണ്. സുരേഷ് ചേട്ടന് ഒരു ഫേസ്ബുക്കിൽ എന്തെങ്കിലും വാർത്ത വന്നാൽ തന്നെ അതിനെതിരെ ഇടുന്ന കമന്റുകൾ വളരെ. ഇന്ന് എന്നോട് പറഞ്ഞു, നീ എന്റെ ബൈറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണെങ്കിൽ നീ കുറച്ച് താമസിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്കൊരു സമ്മതം തന്നാണ്. അപ്പൊ സമയം പോയിട്ട് പോയാണ്. സുരേഷൻ ഞാനായിട്ട് നല്ല ഒരു ബന്ധത്തിൽ പോകുന്ന ഒരു വ്യക്തിയാണ്. ഇത് കുറെ കാര്യങ്ങൾക്ക് സംസാരിച്ചു എന്ന് പറയാം. ഈ രാഷ്ട്രീയത്തിലൊക്കെ കാണുന്ന ബൈറ്റുകൾ കാണാണ്ട് സുരേഷ് ചേട്ടന്റെ ബൈറ്റുകൾ, അതൊക്കെ കാണുമ്പോൾ സുരേഷ് ചേട്ടൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ അങ്ങനെയൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ടുണ്ടോ? ഇല്ല, അവരവരുടെ ഒപ്പീനിയൻസ് അവരവർക്ക്, എല്ലാം വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിൽ എനിക്ക് ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല. സുരേഷ് ചേട്ടന് ശരിയെന്ന് തോന്നുന്നത് സുരേഷ് ചേട്ടൻ ചെയ്യും, പറയും. That is none of my business. ആ യാത്രയിൽ സുരേഷ് ചേട്ടൻ യാത്ര ചെയ്തോട്ടെ, അത് പൊക്കോട്ടെ, അത്രേ ഉള്ളൂ. നമുക്ക് സുരേഷ് ചേട്ടൻ നമ്മുടെ ഒരു നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. അതിലാണ് നമ്മൾ സുരേഷ് ചേട്ടൻ ഉൾക്കൊണ്ടത്. അത് ആരാണേലും അവരവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ആവട്ടെ, റിലീജിയസ് ഐഡിയോളജി ആവട്ടെ, അതൊക്കെ അവരവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സസും കാര്യങ്ങളൊക്കെയാണ്. അതിൽ ജഡ്ജ്മെന്റ് പാസ്സാക്കുകയോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാം, അതൊന്നും ദാറ്റ് ഇസ് നോട്ട് എനി ഓഫ് മൈ ബിസിനസ്. അത് ഞാൻ അങ്ങനെ ഇടപാട്. മലയാളത്തിന്റെ ഇരട്ടി ശമ്പളമായിരിക്കും തമിഴ്നാട്ടിൽ കിട്ടുക. പിന്നെ ശമ്പളത്തിലോട്ട് എത്തിയ അതിന്റെ കൂടുതലാണ് തെലുങ്കിൽ കിട്ടുക. പക്ഷെ അവിടെ കൊടുക്കുന്ന ഡേറ്റുകൾ വളരെ കൂടുതലാണ്. തെലുങ്കിലൊക്കെ ഒരു സിനിമ കഴിഞ്ഞാൽ നാളുകൾ പിടിക്കുമെന്നാണ് പറഞ്ഞത്. ഒത്തിരി ഡേറ്റുകൾ വേണ്ടിവരും. ശമ്പളത്തിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും അന്യഭാഷയിൽ അഭിനയിക്കുന്ന ഒരു ആർട്ടിസ്റ്റിന് അന്യഭാഷയിൽ അഭിനയിക്കാനാണ് താല്പര്യം. ശമ്പളം ബേസിൽ അഭിനയിക്കാൻ താല്പര്യമാണ് അല്ലെ. ഇരട്ടി ശമ്പളം കിട്ടുന്നു എന്നൊക്കെയാണ് ഞാൻ അറിയുന്നത്. പിന്നെ അവിടെ കിട്ടുന്ന റെസ്പെക്ട് വേറെയാണെന്ന് പറയുന്നു അല്ലെ. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പെക്ട് വേറെയാണ്, തെലുങ്കിൽ പോയ റെസ്പെക്ട് വേറെയാണ്. ഈ തമിഴ്നാട്ടിൽ ശമ്പളത്തിലാണോ വാല്യൂ ഉള്ളത്, തെലുങ്കിലെ ശമ്പളത്തിനാണ് വാല്യൂ? പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ റെസ്പെക്ട് ഉണ്ടല്ലോ, ഈ രണ്ട് ഇൻഡസ്ട്രിയിലും മലയാളി ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ കിട്ടുന്ന റെസ്പെക്ട് വേറെയാണ്.
ഇരട്ടിയാണ്. ഉം. യെസ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് തന്നെ, ഇരട്ടി ആണ് തരുന്നത് അല്ലെ. മലയാളത്തിൽ നിന്ന് വരുവാണെങ്കിൽ ഇവർക്ക് കാര്യം അറിയാം എന്നുള്ളത് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു അസംഷൻ ഉണ്ട്. നമ്മുടെ ആ ഒരു ഇൻഡസ്ട്രിയുടെ മഹത്വം അതാണ്. നമുക്ക് മലയാളി ഇൻഡസ്ട്രി, ഐ എം എ മലയാളി ഇൻഡസ്ട്രി, മലയാളി ആക്ട്രസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അതിന്റെ വില ഒരു തനി വിലയാണ്. അത് വലിയൊരു ഭാഗ്യമാണല്ലേ. നമ്മൾ ട്രിവാൻഡ്രത്ത് ജനിച്ചു വളർന്നിട്ട് ചെന്നൈയിലെത്തി, കർണാടകയിലൊക്കെ എത്തി അഭിനയിക്കുമ്പോൾ നമ്മൾ മലയാളി എന്നുള്ള റെസ്പെക്ട് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു ആർട്ടിസ്റ്റിനപ്പുറം ഒരേ മലയാളിക്ക് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ. നമ്മൾ തിരിച്ചും കൊടുക്കുന്നുണ്ട് അവിടെ. പിന്നെ ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ ഇറങ്ങുന്ന സിനിമയാണെങ്കിലും തെലുങ്കിലെ സിനിമയാണെങ്കിലും അവിടുന്ന് എല്ലാവരും ഒരുമിച്ച് കേരളത്തിലേക്ക് എത്തുന്നത്. നമ്മൾ അതിന്റെ ഒരു PR വർക്കിന്റെ ഭാഗമായിട്ട് പ്രൊമോഷൻ ആർട്ടിസ്റ്റുകൾ മൊത്തം വരുന്നു. എന്നാൽ മലയാളത്തിൽ സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അത് അവിടെ റിലീസ് ഉണ്ടെങ്കിൽ പോലും അത്ര ആർട്ടിസ്റ്റുകൾ ഇവിടെ നിന്ന് പോകുന്നില്ല. അതെ, ആ ഒരു ക്രോസ് ഓവർ അങ്ങോട്ട് നടന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഒരു അല്ലു അർജുന്റെ സിനിമ ഇറങ്ങുവാണെങ്കിൽ അല്ലു അർജുന് കേരളയിലുള്ള ഫാൻ ബേസ് തെലുങ്കിനെ കടത്തി വെട്ടുന്ന ലെവലിലുള്ള ഫാൻ ബേസ് ആണ്. അതെ, അത്തരം ഒരു ഇത് കാണുന്നുണ്ട്. ഈ പറഞ്ഞ ശമ്പളത്തിന്റെ കാര്യം ഒന്നും കൂടെ ചോദിച്ചു, അവിടെയാണ് ശമ്പളം കൂടുതൽ കിട്ടുന്നത്? തെലുങ്കിലാണോ തമിഴിലാണോ? തെലുങ്കിലാണോ കൂടുതൽ? തെലുങ്ക് തമിഴെല്ലാം നല്ലപോലെ ശമ്പളം തരുന്ന ഇൻഡസ്ട്രീസ് തന്നെയാണ്. അവിടെ ഈ ശമ്പളത്തിന്റെ കാര്യം പ്രശ്നങ്ങളൊന്നും ആളുകൾ ഉണ്ടാക്കാറില്ല? അവിടെ കൂടുതൽ ശമ്പളം മേടിക്കാൻ ആർട്ടിസ്റ്റ് അങ്ങനെയൊന്നും പ്രശ്നമൊന്നും? അതെനിക്കറിയില്ല. അവിടെയാണ് മെമ്പർഷിപ്പ്, ഇവിടെ അമ്മയിലാണ് മെമ്പർഷിപ്പ്? ഇവിടെ മെമ്പർഷിപ്പ് ഉണ്ട്, തമിഴിലും മെമ്പർഷിപ്പ്. ഇവിടെ വാർഷിക യോഗത്തിനൊക്കെ വരാറുണ്ടോ? US-ലായിരുന്നപ്പോ വരാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം നാട്ടിലുള്ളത് കൊണ്ട് ഈ തവണ കൂടാൻ പറ്റും. അടുത്ത മാസം 25-ാം തീയതി. അതെ, ഞാൻ മാക്സിമം ഞാൻ ഇവിടെ ട്രൈ. കഴിഞ്ഞ ഇലക്ഷൻ സമയത്തൊന്നും വന്നില്ല? ഇല്ല, ഞാൻ എത്ര നാളെ അമ്മയില് വന്നിട്ട്? കുറെ അധികം കാലമായി. അപ്പൊ ഇത്തവണ എന്തായാലും ഇവിടെയാണ്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. അടുത്ത മാസം 25-ാം തീയതിയാണ് ജൂലൈ വരെ സിനിമ പോകുന്നത് അറിഞ്ഞു. അപ്പൊ എന്തായാലും ഇവിടെ കൂടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി പേരെ കാണാൻ കഴിയുമല്ലോ. പഴയ ആളുകളൊക്കെ കാണാൻ കഴിയുന്ന ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. പഴയ ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് പുതുക്കുന്നത്? ഫോൺ വിളിക്കാറുണ്ടോ? അങ്ങനെ ബന്ധങ്ങൾ പുതുക്കാറുണ്ടോ? ഇല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തില്ലായിരുന്നു. അത് കാരണം ഒരുപാട് പേരെ മിസ്സായിപ്പോയി. ഇപ്പം കുറേ അധികം ആൾക്കാർ കഴിഞ്ഞ ഒരു 3-4 വർഷം നോക്കുവാണെങ്കിൽ ഞാൻ ഒരുമിച്ച് അഭിനയിച്ച സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഒരുപാട് പേര് പോയി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അവരുമായിട്ട് ഇൻ ടച്ചിൽ ഇരിക്കാമായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രവണത ഈ ഇൻഡസ്ട്രിക്ക് ഇല്ല എന്ന് വേണേൽ പറയാം. എനിക്ക് അങ്ങനത്തെ ഒരു സൗഹൃദങ്ങളും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതുവരെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ സ്വയം ഉണ്ടാക്കാതിരുന്ന അത് ഇല്ലാതെയായി പോയതാണോ? അതാണ് ഐ തിങ്ക്. എനിക്ക് ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്തിരുന്ന ആ ഒരു ടൈമിൽ അതൊന്നും ഇല്ല. സോഷ്യൽ മീഡിയ എല്ലാം, മൊബൈലല്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ കിട്ടിയില്ല എന്ന് പറയാം. പക്ഷെ ഇപ്പം ആക്ച്വലി ഇപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം എൻ്റെ പിയേഴ്സ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും ദിവ്യാവുണ്ണിയായിട്ട് ഞാൻ സ്റ്റിൽ ഫ്രണ്ട്സ് വിത്ത് ഹർ. ഞാൻ സംസാരിക്കാറുണ്ട്. ഗൗരി ആയിട്ട് സംസാരിക്കാറുണ്ട്. ഇവരൊക്കെ ആയിരുന്നു എൻ്റെ പിയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഐ എം ഗുഡ് ഫ്രണ്ട്സ് വിത്ത് പത്മപ്രിയ, റിമ, പാർവതി. കുറെ അധികം ഫ്രണ്ട്സ് എന്ന് വേണമെങ്കിൽ. അത് എന്നും മീറ്റ് ചെയ്യുന്നുണ്ടോ, എന്നും ഫോൺ വിളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ അവരുടെ ഒരു വേവ് ലെങ്ത് എനിക്ക് സിങ്ക് ആവുന്നതുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു തിങ്ക് ഓഫ് ദം ആസ് എ ഫ്രണ്ട്. ആ രീതിക്കാണ്. ഈ WCC എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇവിടെ WCCയുടെ ഒരു പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ അതിന്റെ വലിയ പ്രവർത്തനം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. WCC സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമൂർത്തി ഒരു സംഘടന വന്നു. അമ്മയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ WCC സംഘടനയെ കുറിച്ച് എന്തായിരുന്നു കാഴ്ചപ്പാടെന്ന് അവർ രൂപീകരിച്ചപ്പോൾ? അഭിരാമി അതിനകത്തുണ്ടോന്ന് എനിക്കറിയില്ല. ഇല്ല, ഞാൻ അതിന്റെ ഭാഗമല്ല. ബട്ട് അവർ ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ന്യായമായ കാര്യങ്ങളാണ്. സേഫ്റ്റി ഇൻ വർക്ക് പ്ലേസ്. ഒരു സ്ത്രീ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണെങ്കിൽ അവർക്ക് അറ്റ്ലീസ്റ്റ് മിനിമം ബാത്റൂമിൽ പോകാനെങ്കിലും ഒരു സൗകര്യം ചെയ്ത് കൊടുക്കുക. അതെ, അത് അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ കേരളത്തിലാണോ യൂണിയന് പഞ്ഞം? കേരളം പോലെ ഒരു സ്ഥലത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാകുകയും അതിനു വേണ്ടി ശബ്ദം ഉയർത്താൻ ഒരു പറ്റം ആൾക്കാർ കൂടുന്നതും അത് വളരെ നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിന്റെ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ വെച്ച് നോക്കുവാണെങ്കിൽ അത് ഇത്രയും താമസിച്ചത് എന്തുകൊണ്ട് പറ്റിയെന്നാണ് എനിക്ക് അതിശയം. ഐ വിഷ് ദേ ഗെറ്റ് മോർ പവർ. അത് കറക്റ്റായ കാര്യങ്ങൾക്ക് വേണ്ടി വോയിസ് ഉയർത്തുകയും അത് നേടിയെടുക്കാനും സാധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ. പിന്നെ എന്തുകൊണ്ട് WCC അംഗമാകണമെന്ന് തോന്നാതിരുന്നത്? ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് WCC. അതെ, അംഗമാകുകയാണ്. I believe in their ideology, so why not? അപ്പൊ അമ്മയിലും രണ്ടും ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? എനിക്ക് ഞാൻ അങ്ങനെ ഒരു കൂറ് അങ്ങനെ ഒന്നും ഇല്ല. ഒരുമിച്ചിരിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരിടത്തുനിന്ന് റിസൈൻ ചെയ്തിട്ടേ മറ്റൊരിടത്ത് പോകാൻ പറ്റുള്ളൂ എന്നൊന്നും എനിക്കറിയില്ല. രേവതിയൊക്കെ അവിടെ ആയിരുന്നപ്പോൾ അമ്മയിലെ മെമ്പർ ആയിരുന്നു.
പത്മപ്രിയ അമ്മയിലെ മെമ്പർ ആയിരുന്നു. ആ. പിന്നീടാണ് പത്മപ്രിയ മാറിയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അത്ര അറിയില്ല. എനിക്കറിയില്ല. ഞാൻ ആ ഇഷ്യൂ ഒക്കെ ഒത്തിരി കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ്. രേവതിയും പത്മപ്രിയ ഒക്കെ ആ മീറ്റിംഗിൽ വരികയും അമ്മയുടെ മെമ്പർ ആയിരുന്നു അവര്. ഇപ്പോൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും WCC ഉള്ളപ്പോഴും അവർ അമ്മയിലെ മെമ്പർ ആയിരുന്നു. അപ്പൊ WCC ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. Why not? Of course. അപ്പോൾ കൊടുത്തിട്ട് അപേക്ഷ കൊടുത്തിട്ട് അപ്പൊ ഇനി WCC മെമ്പർ ആകുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു പുതിയ അറിവാ. അടുത്ത ടൈറ്റിൽ കിട്ടി. എന്തോരം ടൈറ്റിൽസാ മാഷേ. ഇങ്ങനെ അല്ല, നമ്മൾ ഇരിക്കുമ്പോഴല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഒരാളോട് സംസാരിക്കാൻ തോന്നുമ്പോഴേ സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ബോറായി ചിലപ്പോൾ ഒഴിവായി പോകാം. ആ ചോദ്യം വേണ്ട എന്ന് പറയാം. നമ്മൾ ഒന്നും ചോദിക്കുന്നത് വേണ്ട എന്ന് പറയുന്നില്ല. അത് കുഴപ്പമില്ലാതെ നമ്മൾ കൈകാര്യം ചെയ്ത് പോകുന്നതുകൊണ്ടാണല്ലോ പറയാൻ പറ്റുന്നത്. ഞാൻ WCCയിലേക്ക് വന്ന് പത്മപ്രിയ എല്ലാം കമ്പനിയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് WCC. അപ്പൊ നമുക്ക് ഓരോ നമ്മൾ പറയുന്ന മറുപടി എന്നാണ് എനിക്ക് ചോദ്യം ഉണ്ടാക്കാൻ കഴിയുന്നത്. ചോദ്യം തയ്യാറാക്കി വന്നത് അടി കൊടുത്ത് അടി വാങ്ങിക്കുന്നു എന്ന് പറയൂ. അല്ല, ഈ WCCയുടെ കാര്യം പറഞ്ഞപ്പോഴും ഈ പറഞ്ഞത് ഒരു പോരാടി തന്നെ മേടിച്ചാണ്. ഒരു കമ്മിറ്റി വേണമെന്ന് പറഞ്ഞവരാണ്. ഡിസിപ്ലിൻ കമ്മിറ്റി വേണം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഹൈക്കോടതി ഇടപെടുന്നു. ഓരോ സെറ്റിലും കമ്മിറ്റി വേണമെന്ന് പറയുന്നു. എന്നാൽ എല്ലാ കമ്മിറ്റി ഇവിടെ നടക്കുന്നുണ്ടെന്ന് എനിക്ക് പോലും ഇപ്പം സംശയമുള്ള കാര്യമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പടയൊരുക്കങ്ങൾ നടത്തിയ WCC ആണ്. ഇതുവരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ആ പുറത്ത് വരണമെന്നാണോ അഭിരാമിക്ക്? അതിലോട്ട് നമ്മൾ കിടക്കുന്നില്ല. വേണ്ട എന്ന് പറയുന്ന ഫസ്റ്റ് ചോദ്യം ഇതായിരിക്കും. വേണ്ട, അതൊരു തീരുമാനം എത്തട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. വരുവോ വരാതിരിക്കോ ചെയ്യട്ടെ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. എനിക്കിപ്പോ ആ ക്വസ്റ്റ്യന് ഉത്തരം തരാൻ താല്പര്യമില്ല. അത് പിന്നീടാകാം. അല്ലെ, പിന്നീടാകാം. അത് ഞാൻ വിട്ടു. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു പറഞ്ഞാൽ വേണ്ടെന്ന്. ഇനിയിപ്പോ ഞാനത് നേരത്തെ പറഞ്ഞുകൊണ്ട് ഇനി അത് എല്ലാം അങ്ങനെ പറയുന്ന എനിക്ക് സമയം. ഞാനും വടി കൊടുത്ത് അടി മേടിച്ചു. ഇപ്പൊ വേണ്ട എന്ന് പറയാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞു. വടി കൊടുത്ത് അടി ഞാനും കൂടി മേടിച്ചു. കൃത്യമാണ്. അപ്പൊ ബാലൻസ് ചെയ്തപ്പോ പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. പാലം കിടക്കുവോളം വേണ്ട, നമുക്കത് വിടാം. WCC കഴിച്ചോട്ടോ. ഇനി എന്തായാലും ഇത്തവണ താരസംഘടന മീറ്റിംഗിന് വരുന്നുണ്ട്. പഴയ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണുന്നുണ്ട്. അത് നല്ലതാണ്. നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ബന്ധങ്ങൾ കുറച്ച് നഷ്ടപ്പെട്ട് നമുക്ക് പുതുക്കാൻ ഫോൺ നമ്പറുകൾ വാങ്ങാനും കഴിയുന്ന ഒരു ബന്ധമാവും. കോവിഡ് സമയത്ത് ഒത്തിരി സിനിമകൾ കണ്ടു കാണുന്നതാണ് ഞാൻ. ആക്ച്വലി ഇല്ല, കോവിഡ് സമയത്ത് ഞാൻ വളരെ ബിസി ആയിരുന്നു. ബിക്കോസ് കോവിഡ് വാക്സിനേഷൻ ഒക്കെ വരുന്നതിന്റെ ആ ഒരു സമയത്താണ് ഞങ്ങൾ അമേരിക്കൻ ജീവിതം മതി എന്ന് വെച്ചിട്ട് അവിടെ നിന്ന് പാക്കപ്പ് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് സ്ഥലം മാറുന്നത്. അപ്പം ഒരു 10-17 വർഷം താമസിച്ച ഒരു കൺട്രിയിൽ നിന്ന് എല്ലാ ടൈസും വിട്ട്, അവിടുത്തെ വീട് വിറ്റ്, കാറ് വിറ്റ്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്നത് തന്നെയായിരുന്നു എന്റെ പ്രൈമറി ഫോക്കസ്. സോ അപ്പോൾ ആക്ച്വലി സിനിമ കാണാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ടും പിന്നെ സെറ്റിൽ ആവുന്നത്, പുതിയ ലൈഫ് സ്റ്റൈൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് ഇവിടത്തെ ലൈഫ് സ്റ്റൈലിനോട് ഒരു അക്ലമറ്റൈസേഷന്റെ ഒരു പ്രോസസ് ഉണ്ടല്ലോ, അതെല്ലാം ആയിരുന്നു എന്റെ ഫോക്കസ്. അല്ലാതെ സിനിമ കാണാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അമേരിക്ക വെച്ച് സിനിമകളൊക്കെ കാണുമായിരുന്നു. പറ്റുന്നതൊക്കെ കാണുമായിരുന്നു. OTT-ലൊക്കെ വരുന്നതൊക്കെ കാണുമായിരുന്നു. തിയേറ്റേഴ്സിൽ പോയിട്ട് ഞാൻ താമസിച്ച സ്ഥലത്ത് അത്രയും ഒരു മലയാളി പോപ്പുലേഷൻ ഇല്ലാത്തതുകൊണ്ട് തിയേറ്റേഴ്സിൽ അങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ OTT-ൽ വരുന്നതും അല്ലാതെ യൂട്യൂബിൽ വരുന്നതൊക്കെ ഞാൻ കാണുമായിരുന്നു. ഈ OTT കാലഘട്ടത്തിലേക്ക് പെട്ടെന്ന് കോവിഡ് സമയത്താണ് OTT കാലഘട്ടം. കറക്റ്റ്, അതെ. മലയാള സിനിമ ലോകത്തെ അറിയിച്ചു OTT എന്ന് പറയണം. ആദ്യം സിനിമകൾ ഇറങ്ങുമ്പോഴൊക്കെ അങ്ങനെ ഹോമൊക്കെ നമ്മൾ ഏറ്റവും ആളുകൾ ഏറ്റെടുത്ത OTT-ൽ വന്നോണ്ടാണ്. OTT-യുടെ ഒരു വരവ് അഭിരാമി എങ്ങനെയാ വിലയിരുത്തുന്നത്? നമുക്ക് തിയേറ്ററിൽ പോകുമ്പോഴാണ് പഞ്ച് സിനിമയ്ക്ക് അല്ലെ, നമുക്ക് തിയേറ്ററിൽ നിന്ന് കൈകൊട്ടുമ്പോഴാണ് നമുക്കൊരു ഒരു കലാകാരൻ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കലാകാരി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ ഉണ്ടാകുന്നത്. പണ്ടൊക്കെ വെള്ളിയാഴ്ചയാണ് ഒരു താരോദയം എന്നാണ് പറയുന്നത്. പണ്ട് വെള്ളിയാഴ്ച മാത്രമാണ് റിലീസ്. അപ്പം വേണം ശനിയൊക്കെ റിലീസ് ഉണ്ട്. OTT-യുടെ ഒരു കടന്നുകയറ്റം എങ്ങനെയാണ് അഭിരാമി കാണുന്നത്? ഐ തിങ്ക് അത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രഷൻ ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ഒരിക്കലും OTT സിനിമയെ കാനബലൈസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ ചില സിനിമകൾ തിയേറ്ററിൽ കണ്ടാലേ പറ്റൂ. അത് കുഞ്ഞു സ്ക്രീനിലോ ഫോണിലോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റ് വരത്തില്ല. ചില സിനിമകൾക്ക് ഇപ്പൊ വെബ് സീരീസ് ഒക്കെ കാണുവാണെങ്കിൽ അത് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട കാര്യമില്ല. അപ്പൊ അതിന്റെ രീതിയിൽ, അതിന്റെ സ്കെയിലിൽ, അതിന്റെ ബഡ്ജറ്റിലായിരിക്കും ആ സിനിമ എടുക്കുന്നതും. സോ ബോത്ത് ക്യാൻ കോ എക്സിസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു കാര്യം, നല്ല കാര്യം എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഒരു യൂട്യൂബ് വന്നപ്പോൾ എത്രത്തോളം ഷോർട്ട് ഫിലിം മേക്കേഴ്സിന് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയോ, അതേപോലെ തന്നെ OTT വരുമ്പം കുറെ അധികം ആൾക്കാർക്ക് അവരുടെ ടാലന്റ് പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു പുതിയൊരു പ്ലാറ്റ്ഫോമാണ് ലഭിച്ചിരിക്കുന്നത്. അത് അവിടുന്ന് ഷൈൻ ചെയ്ത് വരുന്ന കുറെ താരങ്ങൾ നമുക്ക് ഇനി അടുത്ത സിനിമ ഡയറക്ടേഴ്സും ക്യാമറ പീപ്പിളും എല്ലാം ആകേണ്ട ആൾക്കാരാണ്. സോ ഇറ്റ് ഷുഡന്റ് ബി ഒരു കുഞ്ഞിതില് ലോബിയിലോ ഒരു ചെറിയൊരിതിൽ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ഒരു മേഖലയല്ല ഇത്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ മോർ ടാലന്റ്.
എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ ഇപ്പം പുതിയ തലമുറകൾ ഒത്തിരി ആളുകൾ അഭിനയിക്കുന്നു. ഇപ്പം ഉം. മമ്മൂക്കയാണ് മമ്മൂക്കയുടെ മോൻ അഭിനയിക്കുന്നത്, ലാലേട്ടനാണ് ലാലിന്റെ മോൻ, നെപ്പോട്ടിസം അല്ലേ? നെപ്പോട്ടിസം ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. ഈ പുതിയ തലമുറ പകതാണ് ഈ പുതിയ തലമുറ. ആസിഫലി, ഒത്തിരി ടോവിന്, ഒത്തിരി പുതിയ തലമുറ ആളുകളുണ്ട് അല്ലേ? ഇവരുടെയൊക്കെ സിനിമകൾ കണ്ടിട്ടും ഉണ്ടാകും അല്ലെ? നമുക്ക് ആ ആക്ടർമാരെ കാണുമ്പോൾ നമുക്ക് പല ആൾക്കാരും മുമ്പ് ഇന്ന ആക്ടർ ഭയങ്കര അഭിനയമാണെന്ന് അഭിരാമി അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടോ? അങ്ങനെ ഒരു മാർക്ക് ഷീറ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ചില ആൾക്കാരുടെ അഭിനയങ്ങൾ ചില സിനിമയിൽ വളരെയധികം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ചില സിനിമകളിൽ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ബട്ട് ഐ എം ജസ്റ്റ് എൻ ഓഡിയൻസ്. വേറെ ഒരാളുടെ സിനിമ കാണുമ്പോൾ ഞാനും ജസ്റ്റ് എൻ ഓഡിയൻസ് മെമ്പർ. അതെ, പ്രേക്ഷക എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. ഇവരുടെ കൂടെ അഭിനയിക്കണമെന്ന് ഇപ്പൊ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ ആദ്യം അഭിനയിക്കണമെന്ന് മനസ്സിൽ തോന്നുന്ന ഒരു ആർട്ടിസ്റ്റ് ആരായിരിക്കും? എനിക്ക് ഫഹദിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, വിനീതിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇവരുടെ രണ്ടുപേരുടെയും ശൈലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ചിന്താഗതി, അവരുടെ വിനീത് ഓൾ ദാറ്റ് ഈസ് ഇൻക്രെഡിബിൾ. ആ ശ്രീനേട്ടന്റെ അതേ ടാലന്റ് അതേപടി കിട്ടിയിട്ടുണ്ട്. ഇൻഫാക്ട് ധ്യാന്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരേ മുഖം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ധ്യാന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ധ്യാൻ വേറെ ലൈനാണ്, വിനീത് വേറെ ലൈനാണ്. എനിക്ക് ഐ റിയലി ലൈക്ക് ഹിസ് സെൻസിബിലിറ്റി. അപ്പൊ അതുകൊണ്ട് വിനീതിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരുടെ കൂടെ പൃഥ്വിയുടെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇന്ദ്രജിത്തിന്റെ കൂടെ ഞാൻ ഓൾറെഡി അഭിനയിച്ചിട്ടുണ്ട്. സുജിത്തു ഓൾസോ. ഇനിയും ഐ എം എ വെരി സെൽഫിഷ് ആർട്ടിസ്റ്റ്. എനിക്ക് എല്ലാവരുടെ കൂടെ അഭിനയിക്കണം. അഭിനയമാണ്. അതെ, നമ്മൾ എന്തിനാ ആരും വിട്ടുവിടുന്നേ? എല്ലാവരോടും ഞാൻ അഭിനയിക്കും. അങ്ങനെ അഭിനയിക്കണം. അതെ. ഈ വിനീതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ശ്രീചേട്ടന്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇന്റർവ്യൂ എടുത്തത്. ശ്രീചേട്ടൻ സുഖമില്ലാണ്ട് ഒരു അഭിമുഖം തരുന്ന എനിക്കത് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചർച്ച ചെയ്യുവാണ്. ഈ അഭിമുഖം ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. അപ്പം പറയുന്ന അന്നത്തെ പഴയ കാര്യങ്ങൾ ഇപ്പോഴും ഓർത്തിരുന്ന് കൗണ്ടറുകളാണ് ശ്രീചേട്ടൻ. അതേ ടാലന്റ് തന്നെയാണ് ഇപ്പൊ ഈ ധ്യാനാണെങ്കിലും ഓരോ അഭിമുഖത്തിൽ വന്നിരുന്നു പറയുന്നത്. ധ്യാന്റെ അഭിമുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ? ധ്യാന്റെ അഭിമുഖമൊക്കെ കാണാറുണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ട്. കണ്ട് രസിക്കുമല്ലോ, നമുക്ക് ഭയങ്കര രസമല്ലേ ധ്യാന്റെ സംസാരമൊക്കെ. വിനീത് വേറൊരു രീതിയാണ്. വിനീതിന്റെ റൂട്ട് വേറെയാണ്. ഈ പറഞ്ഞ പോലെ വിനീതിന്റെ കൂടെയും ഫഹദിന്റെയും അതിനപ്പുറത്തേക്ക് നമുക്ക് എല്ലാവരുമായിട്ട് അഭിനയിക്കണം അല്ലെ? പല നായികമാരും അഭിരാമിക്ക് ശേഷം ഒത്തിരി നായികമാർ ഇവിടെ ഉണ്ടായി അല്ലേ? ഇവരെയൊക്കെ വിലയിരുത്തിയിട്ടുണ്ടോ? വിലയിരുത്തി നമ്മളൊരു പ്രേക്ഷക എന്ന നിലയിലാട്ടോ, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലേക്ക് വരും, പ്രേക്ഷക എന്ന നിലയിൽ വിലയിരുത്തിയ ഒരു സിനിമയൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? അത് എല്ലാവരുടെയും ഇപ്പൊ വരുന്നതിൽ ടാലന്റ് ഇല്ലാത്ത ആൾക്കാർ ആരും തന്നെ ഇല്ല. എവ്രിബഡി ഈസ് സോ ടാലന്റഡ്. ഇപ്പം നിമിഷയുടെ മൂവി ആണെങ്കിലും, അല്ലെങ്കിൽ നമിതയുടെ മൂവി ആണെങ്കിലും, അല്ലെങ്കിൽ സംയുക്തയുടെ മൂവി ആണെങ്കിലും, അപ്പം എനിക്ക് പെട്ടെന്ന് എല്ലാവരുടെയും പേര് എനിക്ക് വന്നില്ല. എല്ലാം ആരെയും മാറ്റി നിർത്തിയത് കൊണ്ടല്ല. എല്ലാവരും തന്നെ ആനബെൻ, അല്ലെങ്കിൽ ദർശന, മീൻസ് സോ മെനി പീപ്പിൾ ആർ സോ ഇൻക്രെഡിബിളി, പാർവതി, റിമ. I mean, it's just so amazing. And അവർക്ക് ഇത്രയും നല്ല ക്യാരക്ടേഴ്സും കൂടെ കിട്ടുന്നതുകൊണ്ട് ഐ എം സോ എക്സൈറ്റഡ്. അത്രയും നല്ല ക്യാരക്ടേഴ്സ് എഴുതുന്നുണ്ട് ആൾക്കാർ, അവർക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. സോ ഇപ്പം ആദ്യത്തെ നോക്കുകയാണെങ്കിൽ ഒരു ഷീല ജയഭാരതി അല്ലെങ്കിൽ ശാരദ, ഒരു 3-4 പേരേ ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉർവശി, ശോഭന, ഒരു രേവതി, ഒരു 5-6 പേരേ ഉള്ളൂ. ഇപ്പൊ തന്നെ ഞാൻ തന്നെ എത്ര പേര്, 10 പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ മിസ് ചെയ്ത ഒരു 15 പേരും കൂടെ ഉണ്ട്. പക്ഷെ എല്ലാവർക്കും മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് താനും. എല്ലാവർക്കും. See, that is the beauty of it and I'm so happy about it. ഈ പറഞ്ഞതുപോലെ അവാർഡുകൾ അല്ലേ? അഭിരാമി ഒത്തിരി സിനിമയിൽ വെച്ചു, തമിഴ്നാട്ടിലും പല സിനിമയിലും. ഈ അവാർഡുകൾ കറക്റ്റ് നിർണയിച്ചുകൊണ്ടാണോ അവാർഡുകൾ കൊടുക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചില അവാർഡുകൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കുന്നത്, ചില അവാർഡുകൾ അല്ല. അത് ഓരോ അവാർഡിനെ ബേസ് ചെയ്തിരിക്കും. അത് നമ്മൾ തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ടല്ലേ? അത് പൊതു അറിവാണ്. ഐ തിങ്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അറിയാം ഏതാണ് ശരിയായ അവാർഡ്, ഏതാണ് ചുമ്മാ കൊടുക്കുന്ന അവാർഡ് എന്ന് അവർക്ക് തന്നെ. അത്ര അവാർഡുകൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് അവാർഡ് കിട്ടിയിട്ടില്ല. അല്ല, അതാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത്ര അവാർഡുകൾ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ അഭിരാമിക്ക് ഒരു അവാർഡ് തരുമ്പോൾ അഭിരാമി അത് വിശ്വസിച്ചാണോ വാങ്ങേണ്ടത്? ഐ ഡോണ്ട് നോ. ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഞാൻ ഒരു അവാർഡിന് ഞാൻ ഈ അവാർഡ് വാങ്ങിക്കൂല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പ്രസ്താവന ഇറക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ ഒരു അവാർഡ് ആണെങ്കിൽ പോലും അതൊരാളുടെ ഒരു ടാലന്റിന് കൊടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു സം സോർട്ട് ഓഫ് പ്രോത്സാഹനം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും അല്ലെങ്കിലും കുറെ നമ്മുടെ ഫ്രണ്ട്സിനെ കാണാൻ പറ്റും, അവിടെ ഒരു പുതിയ സ്ഥലത്ത് പോയിട്ട് കുറച്ച് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലുമൊക്കെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമല്ലോ.
ഒരു റൂമിൽ നോക്കുകയാണെങ്കിൽ ഒരു ഷെൽഫ് വെക്കാനൊരു സാധനം കിട്ടുമല്ലോ. അതിനെന്താ അവാർഡുകൾക്ക് ഒരു അവാർഡുകളും കിട്ടിയില്ല എന്ന് പറയുന്നു. 1-2 കിട്ടിയിട്ടുണ്ട്. അതാണ് മലയാളത്തിലല്ല, പക്ഷെ തമിഴിലാണെന്ന് തോന്നുന്നു. തമിഴിലും കന്നഡയിലും കിട്ടിയിട്ടുണ്ട്. ഈ തമിഴിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കുറെ ആളുകൾ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് എപ്പോഴും ഇഷ്ടം തോന്നുന്ന ഒരു നടൻ ഉണ്ടാവുമല്ലോ, നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള ഇഷ്ടം. അങ്ങനെ ഒരു നടൻ ആരാണ്? ഐ തിങ്ക് അത് പൊതു അറിവാണ്. എനിക്ക് കമൽ സാർ, ഐ എം എ ഹ്യൂജ് ഫാൻ ഓഫ് കമൽ ഹാസൻ സാർ. എനിക്ക് ഫാൻ ഗേൾ, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി വാർത്തകളൊക്കെ പുറത്തു വന്നു. അതൊക്കെ പണ്ട് വേദനിപ്പിച്ചറിയാം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കമലഹാസനായിട്ടുള്ള ചുമ്മാ ഹ്യൂമറുകൾ അടച്ചിട്ടുണ്ട്, പിന്നെ അവര് തന്നെ സത്യമല്ല കള്ളത്തരമാണെന്ന് പറഞ്ഞ വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. കമലഹാസൻ പിന്നെ ഓക്കെ, ഞാൻ ഇന്നും ആ വാർത്ത, പഴയ വാർത്ത എടുത്ത് വായിച്ചായിരുന്നു. വേറെ പണിയൊന്നുമില്ലേ? അഭിരാമിനെ കുറിച്ച് എന്ത് വാർത്ത വാർത്ത ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വന്നല്ലോ. ഈ കമലഹാസൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയില്ലേ? കമലഹാസൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു ആളായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും കമലഹാസനെ ഫ്രെയിമിൽ കാണാൻ ഇഷ്ടം അല്ലെ. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങേണ്ട ഒരാളാണ് എന്ന് അഭിരാമി അത്രമാത്രം ആരാധിക്കുന്ന ഒരാളാണ് കമലഹാസൻ. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്? അത് പുള്ളിയുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോയ്സ് അല്ലേ. പുള്ളിക്ക് കുറെ കാര്യങ്ങൾ പറയാനും ചെയ്യാനും ഉണ്ടെന്ന് തോന്നി, അതിനൊരു പ്ലാറ്റ്ഫോം തേടിപ്പോയി. രാഷ്ട്രീയമാണ് അതിന്റെ കറക്റ്റ് പ്ലാറ്റ്ഫോം എന്ന് തോന്നി, അതുകൊണ്ട് അത് പുള്ളി ചെയ്തു. അത്രേ ഉള്ളൂ. ഞാൻ അദ്ദേഹം ചെയ്യണോ വേണ്ടത് ഞാൻ ആലോചിച്ചിട്ട് ആർക്ക് എന്ത് മാറ്റം വരാനാ? ഒന്നും മാറ്റം വരില്ല. ഇപ്പോഴും ആ ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ടോ? ഇടയ്ക്ക് മേ ബി വർഷത്തിൽ 1-2 പ്രാവശ്യം നമ്മൾ സംസാരിക്കാറുണ്ട്, മെസ്സേജ് വഴിയോ അല്ലെങ്കിൽ വിളിച്ചോ. ബർത്ത്ഡേക്ക് എല്ലാ വർഷവും ഞാൻ വിളിച്ച് വിഷ് ചെയ്യും. സോ അങ്ങനെ മേ ബി 1-2 പ്രാവശ്യം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ വെച്ച് മീറ്റ് ചെയ്യും. അങ്ങനെ കോണ്ടാക്ട് ഉണ്ട് എന്ന് വേണേ പറയാം. അല്ലാതെ എന്റെ ഫാമിലി ഫ്രണ്ടോ ഇല്ല. ഞാൻ പറഞ്ഞില്ല എനിക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നില്ല. ഇവിടെയൊക്കെ മലയാളത്തിൽ അങ്ങനെ പോകാറുണ്ടല്ലോ. ഇപ്പൊ എന്നെ മരിക്കുമ്പോ സുരേഷ് പോയിട്ടുണ്ട്. അത് രാഷ്ട്രീയം നോക്കിയല്ല പോകുന്നത്. സുരേഷ് ഗോപി ഒരിക്കും ആള് പോകുന്നുണ്ട്. അത് രാഷ്ട്രീയം നോക്കിയത് സുഹൃത്ത് വലയത്തിൽ ഇവിടെ കേരളത്തിൽ അങ്ങനെ കാണുന്നുണ്ട്. അവിടെ അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ രാഷ്ട്രീയ ബേസിൽ മാത്രമേ പോകുന്നുള്ളൂ. അവിടെ രാഷ്ട്രീയ ബേസിൽ തന്നെയാണ് പോകുന്നത്, ഒരു സുഹൃത്ത് ബന്ധത്തിലല്ല. രാഷ്ട്രീയക്കാരനാണെങ്കിൽ ആ രാഷ്ട്രീയക്കാർ അവരുടെ പോകുന്നത്. ഈ അവിടെയും ഈ പറഞ്ഞ പോലെ പുതുതലമുറ ഒത്തിരിയാണ് തമിഴ്നാട്ടിലെ. അജിത്ത് ആണെങ്കിലും എത്രയോ പേരാണ്, വിജയ് ആണെങ്കിലും എന്ത് ഫാൻസ് ആണ്. അവരിൽ ആരുടെ കൂടെ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അത് സെയിം ആൻസർ ആണ്, എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം. എങ്കിലും ഇപ്പൊ ഇതിൽ 2 പേരുടെ പേര് പറഞ്ഞില്ല. ആദ്യം ഇവർ 2 പേര് പിന്നെ എല്ലാവരും. അല്ല, ഞാൻ പൃഥ്വിരാജും പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജ് പറഞ്ഞതിൽ ഒരു എളുപ്പ വഴിയുണ്ട്. ലിസ്റ്റും പൃഥ്വിരാജ് ഒരു കമ്പനിയാണ്. അത് എളുപ്പ വഴികൾ നമുക്ക് കിട്ടും. പൃഥ്വിരാജ് ഞാനും ക്ലാസ്മേറ്റ്സ് ആണ്. പറയട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ലിസ്റ്റിൻ വഴി തന്നെ പോകണമെന്നൊന്നുമില്ല. നേരിട്ട് പൃഥ്വിരാജ് കമ്പനി തുടങ്ങിയിട്ടൊന്നും വിളിച്ചില്ല അല്ലേ? അല്ല, വിളിച്ചിട്ടുണ്ട്. നമ്മള് അഭിനയിക്കാനായിട്ട് വിളിച്ചിട്ടില്ല, പക്ഷെ നമ്മള് സംസാരിക്കാറുണ്ട്. കോണ്ടാക്ടില് തന്നെയാണ്. അല്ല, ഈ ഇത്ര ആഗ്രഹം വെച്ചോണ്ടിരിക്കുക പൃഥ്വിരാജിന്റെ കൂടെ. അല്ല, ഞാൻ പറയണം, പുള്ളി അടുത്ത് ഞാൻ വിളിച്ച് പറയാം. അല്ല, ഈ ഇന്റർവ്യൂ പൃഥ്വിരാജിന് അയച്ചു കൊടുക്കണേ. തീർച്ചയായിട്ടും അയച്ചു കൊടുക്കും. ഞാൻ ഇത് അറിയിക്കുകയും ചെയ്യും. ശരി. എത്ര പടങ്ങൾ ചെയ്ത് ഇനിയിപ്പോ കമ്മീഷൻ തരാം. പുതിയ പടം ഞാൻ പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിച്ച സിനിമ ഞങ്ങൾ നേരിട്ട് അഭിനയിച്ച പൃഥ്വിരാജുമായിട്ട്. ഇടി കൊടുക്കുള്ള ചോദ്യം ചെയ്ത് എനിക്ക് ദേഷ്യപ്പെട്ട് സംസാരിക്കണം. പൃഥ്വിരാജ് എന്നോട് പറയുകയും ചെയ്തു, ഒത്തിരി എന്നോട് ചോദ്യം ചോദിച്ചു കുറച്ചൊരു വേലത്തി എന്നുള്ള പറഞ്ഞു. തമാശക്കാണെങ്കിൽ പറയുകയും ചെയ്തൊരു കഥയുണ്ട്. അത് വാർത്താ സമ്മേളനത്തിൽ വരെ അദ്ദേഹം പറഞ്ഞു. ആ പൃഥ്വിരാജായിട്ട് ക്ലാസ്മേറ്റ് ആണല്ലേ? ട്രിവാൻഡ്രത്ത് പഠിക്കും. അതെ, ഭാരതീയ വിദ്യാഭവന്റെ. എത്ര ക്ലാസ് വരെ? നമ്മൾ ആക്ച്വലി ഒരു ഏതാനും ആഴ്ചകൾ ഞാൻ ആ സ്കൂളിൽ പഠിച്ചു. മേ ബി 1-1.5 മാസം ആ സ്കൂളിൽ പഠിച്ചു. ഞാനും എന്റെ ഹസ്ബൻഡും അവിടെ തന്നെയാണ് ഞാൻ പരിചയപ്പെട്ടത്. നമ്മളെല്ലാരും ഒരേ സ്കൂളിൽ ഒരേ ബാച്ചായിരുന്നു. അതെ, അങ്ങനെയാണ് അവിടെ ഒരു പരിചയം ഉണ്ടായിരുന്നു അല്ലെ? പിന്നീട് അത് ഇങ്ങനെ പരിചയം പുതുക്കി പോകുന്ന ഒരു അവിടെ കുടുംബമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ അത് നമ്മൾ ഓർമ്മ പൃഥ്വിരാജിന്റെ കൂടെ അഭിനയിക്കും. 3 പേരുടെ പേരുണ്ട്. അപ്പൊ തമിഴിൽ ആരുടെ കൂടെ അഭിനയിക്കണം? എല്ലാവരുടെയും കൂടെ അഭിനയിക്കണം. നമ്മുടെ മനസ്സിലുണ്ടാവും. എന്തായാലും എനിക്ക് എന്റെ മനസ്സിലുണ്ടല്ലോ. ഞാനിപ്പോ ആരുടെ കൂടെ അഭിനയിച്ചാലായിരിക്കും നന്നായിരിക്കുന്നത് പറയും. അത് ഞാൻ പറയും. അത് പറയുന്നേ ഒരു പ്രേക്ഷകൻ. ഞാൻ ഐ എം ലുക്കിംഗ് ടു പ്ലീസ് മൈ ഓഡിയൻസ്. ആസ് എൻ ഓഡിയൻസ് പറയൂ, ഞാൻ ആരുടെ കൂടെ അഭിനയിക്കണം പറയൂ. അജിത്തിന്റെ കൂടെ അഭിനയിക്കണം. പിന്നെന്താ അഭിനയിക്കാം? എനിക്ക് അത് ഒരു നല്ല കോംബോ ആയിരിക്കും. എന്റെ ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ തെറ്റാണോ ശരിയാണെന്ന് എനിക്ക് തെറ്റൊന്നുമില്ല. പറയാം. നല്ല കാര്യം പറയൂ, മാനിഫെസ്റ്റ് ചെയ്യൂ. അത് എനിക്ക് കൃത്യമാണ്. എനിക്ക് വിജയ് സേതുപതിയോട് അഭിനയിക്കണം. പുള്ളിയുടെ ഐഡിയോളജി ഒരു കിഡിൽ ഐഡിയോളജിയാണ്. ഞാൻ ഇത്ര പറഞ്ഞില്ല, പേര് എനിക്ക് കിട്ടൂല. കിട്ടോ കൊടുത്ത് മേടിക്കാന്നുള്ളതാണ് എന്റെ ശീലം. വിജയ് സേതുപതി ഒരു നല്ല റിപ്പോർട്ടർ എന്നുള്ള ഒരു കാര്യം തെളിയിച്ചു കഴിഞ്ഞില്ല. എപ്പോഴോ തെളിയിച്ചതാണ്, പിന്നെ വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. വിജയ് സേതുപതിയോട് അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി വേറെയാണ്. അതെ,
ഈ പറഞ്ഞതുപോലെ ഈ സുരേഷ് ചേട്ടനൊക്കെ പറഞ്ഞ ഒരു വലിയ മനുഷ്യ സ്നേഹം അതുകൊണ്ട് അദ്ദേഹത്തിന് അല്ലെ. എനിക്ക് ഇവിടെ ലൊക്കേഷനിലൊക്കെ ഈ കൊച്ചിയിലൊക്കെ വന്നപ്പം ഞാൻ നേരിട്ട് കണ്ട് അദ്ദേഹം ഫോട്ടോ എടുക്കാൻ വന്ന ഒരാളെ പോലും വെറുപ്പിക്കാതെ അദ്ദേഹം ക്യാരവാനിലിരിക്കാതെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഇവിടെ വലിയ വൈറലായിരുന്നു അദ്ദേഹം എടുത്ത ഫോട്ടോ. ആലപ്പുഴയിൽ ഒന്ന് ഷൂട്ടിങ് ഞാൻ പോയി നേരിട്ട് കണ്ടാണ് അദ്ദേഹമായിട്ട് സംസാരിക്കാം. അപ്പൊ അത്ര ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കണമെന്നാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം ഇരിക്കുന്നത് അല്ലെ. അതുണ്ടാകും, നടക്കട്ടെ. ഇത് വുഡാണോ? പൊന്നാകട്ടെ. തീർച്ചയായിട്ടും ഉണ്ടാവും. അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷനിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ തമിഴിൽ ഇപ്പൊ റീസെന്റ് ചെയ്തുകൊണ്ടിരുന്ന മൂവിയുടെ അതേ അടുത്ത സെറ്റിലായിരുന്നു പുള്ളിയും വർക്ക് ചെയ്തിരുന്നത്. ആക്ച്വലി വളരെയധികം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ഞാൻ ഇങ്ങനെ അടുത്ത സെറ്റില് വിജയ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊന്ന് മീറ്റ് ചെയ്യണം എന്നൊന്ന് പറയാമോ എന്ന് ഞാൻ ആ ഫിലിമിന്റെ മാനേജറിന്റെ അടുത്ത് അറിയിച്ചപ്പോഴത്തേക്കും ഹീ സെഡ് ഇല്ല ഞാൻ വന്ന് കാണാം എന്ന് പറഞ്ഞു, ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് പറഞ്ഞു. ദാറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് തിങ്. നമ്മൾ അങ്ങോട്ട് പോയി കാണുന്നതാണ് അതിന്റെ മര്യാദ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി കണ്ടു, കുറെ നേരം ഇരുന്ന് സംസാരിച്ചു പുള്ളിയുടെ കൂടെ ഇരുന്നിട്ട്. ഹീസ് വെരി ഷൈ പേഴ്സൺ. അങ്ങനെ പെട്ടെന്ന് അങ്ങ് സംസാരിക്കില്ല, പക്ഷെ ഒന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറോളം ഇരുന്ന് സംസാരിക്കും. അതെ. സോ ഇറ്റ് വാസ് എ നൈസ് ഇന്ററാക്ഷൻ. അപ്പം നല്ല പറഞ്ഞത് എനിക്ക് പ്രൊഡക്ഷൻ ഉൾപ്പെടെ ഉള്ളതല്ലേ. അതെ അതെ, നമ്മൾ സീഡിട്ടു. നമ്മുടെ കാര്യം നമ്മൾ ചെയ്യണം. നമ്മൾ ചുമ്മാ വീട്ടിലിരുന്ന് നമ്മളെ നോക്കി എല്ലാം വരും എന്ന് പറഞ്ഞ എന്റെ അഹങ്കാരമൊന്നും എനിക്കില്ല. ചോദിച്ചു വാങ്ങും. പിന്നെന്താ, അത് വലിയൊരു ക്വാളിറ്റിയാണ്. നമ്മളെ തേടി വരുന്നോടത്ത് ഒരിക്കലും ഇരിക്കല്ലോ. അങ്ങനെ ഇരുന്നവരൊക്കെ ഷെഡിലായിട്ടുണ്ട്, എന്റെ അറിവിൽ ഷെഡിലായിട്ടുണ്ട്. അഹങ്കാരത്തോട് ഇരിക്കുന്നവരൊക്കെ ഷെഡിൽ തന്നെ ഇപ്പോഴും ഇരിക്കുകയാണ്. ഇപ്പൊ ഇറങ്ങണമെന്ന് തോന്നിയ ഇപ്പൊ ആർക്കും വേണ്ടതാണ്. ഇപ്പൊ എനിക്ക് നിങ്ങളുടെ കൂടെ സംസാരിക്കണമെന്നോ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യണമെന്നോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നിടം വരെ നിങ്ങളത് ഓർക്കേണ്ട കാര്യമേ ഇല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് കൊണ്ട് ഇപ്പം ഏതെങ്കിലും ഒരു കാര്യം ആലോചിക്കുമ്പോ അഭിരാമി അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചിലപ്പം ഓർത്തേക്കാം. അതിനൊരു ഓപ്പർച്യൂണിറ്റി തേടിയെടുക്കേണ്ടത് എന്റെ ദൗത്യമാണ്. അത് ഞാൻ ചെയ്യും. അത് കൃത്യമാണ് കേട്ടോ. അത്തരം പ്രവണത നല്ലതാണ്. അതിയുടെ ഒരു പോയിന്റ്, നമ്മൾ ഇപ്പോഴും കലയെ സ്നേഹിക്കുന്നു. എന്റെ ജീവിതം എന്ന് പറയുന്ന പകുതി ഭാഗം എന്റെ അഭിനയമാണ്. അത് ഉള്ളത് കൊണ്ടാണ് ചോദിക്കാൻ പറ്റുന്നത്. നമുക്ക് 2 വർഷങ്ങളുണ്ടല്ലോ, അതുള്ളത് കൊണ്ട് മാത്രമാണ് ചോദിക്കാൻ പറ്റുന്നത്. ഇനി അഭിനയിക്കണമെന്ന് തോന്നുന്ന ഒരു കഥാപാത്രം എന്തായിരിക്കും? ഒത്തിരി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അഭിനയിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് മനസ്സിലിപ്പോ. കാണുന്ന സിനിമകൾ, ചില സിനിമകൾ കാണുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു സമയം എനിക്കും ചെയ്യണം എന്നുള്ള ആഗ്രഹം തോന്നിയിട്ടുണ്ട്, പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. എനിക്ക് ബയോപിക്സ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഒരു വ്യക്തിയുടെ ബേസസ്, അവരുടെ ലൈഫ് ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ ചെയ്യാൻ എനിക്ക് ഇറ്റ്സ് എ ചാലഞ്ച് ഫോർ മീ. ബിക്കോസ് നമ്മളൊരു മനസ്സിൽ സങ്കല്പിച്ച ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുന്നതിനേക്കാളും ഒത്തിരി വ്യത്യാസമുള്ളതാണ് ഒരു ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ഹ്യൂമൻ ബേസ് ചെയ്തിട്ട്. അപ്പൊ അവരെ കുറിച്ച് കുറെ കൂടെ സ്റ്റഡി ചെയ്യാം, അവരുടെ ലൈഫിനെ കുറിച്ച് കുറെ കൂടെ പഠിക്കാം. അങ്ങനത്തെ ഒരു സംഭവം ചാലഞ്ച് ആയിട്ട് എടുക്കാൻ എനിക്ക് വളരെയധികം. അതൊരു റിസ്കിയാണ് അല്ലേ? റിസ്ക് ഉണ്ട്, അതില് ഡെഫിനറ്റ്ലി റിസ്ക് ഉണ്ട്. പക്ഷെ അവരുടെ ബ്ലെസ്സിങ് അതിനുണ്ടെങ്കിൽ ഐ തിങ്ക് അത് വർക്ക്ഔട്ട് ആകും. അതെ, അവരുടെ ബ്ലെസ്സിങ് ഇല്ലാതെ നമ്മൾ ചെയ്യില്ലല്ലോ. സോ അത് ചെയ്യണം എന്ന് എനിക്ക് വളരെയധികം. ഇപ്പൊ ഈ സിനിമകളിലെ വിജയപരാജയങ്ങൾ വരുന്നുണ്ട്. പല സിനിമകളും പണ്ടൊക്കെ സിനിമകൾ വളരെ കുറച്ചാണ് റിലീസ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് കുറച്ച് തിയേറ്ററുകളുണ്ട്. ഇപ്പം ഇഷ്ടംപോലെ സ്ക്രീനുകളാണ്. ഒരു ആഴ്ചയിൽ ചിലപ്പോൾ 8-9 സിനിമകൾ റിലീസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മുമ്പത്തെ മാസമൊക്കെ 15 സിനിമയൊക്കെ ഒരുമിച്ച് റിലീസ് ചെയ്ത കാലങ്ങളാണ് പോകുന്നത്. അപ്പൊ ഈ സിനിമ എല്ലാം കാണാൻ പ്രേക്ഷകർക്ക് കഴിയുന്നില്ല. കഴിയാത്ത ഒരു അവസ്ഥ വരുമ്പോൾ സിനിമകൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ആ ഒരു കാറ്റഗറി എങ്ങനെയാണ്? നമുക്ക് ഒത്തിരി സിനിമകൾ റിലീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എല്ലാ സിനിമയും കാണാൻ ആളുകൾക്ക് കഴിയും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സിനിമ കാണുന്നതിന് മുമ്പ് തന്നെ തിയേറ്ററിൽ നിന്ന് പോവുകയാണ്. നമുക്കൊരു സിനിമയുടെ അടുത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ആ സിനിമയുടെ ഒരു മൗത്ത് പബ്ലിസിറ്റി എത്തുന്നില്ല. അത്തരം ഒരു കൂട്ടമായ റിലീസ് സിനിമയ്ക്ക് ഒരു പരാജയമായി തോന്നുന്നു അഭിരാമിക്ക്? ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോ ഇനി ആലോചിച്ചിട്ട് ഞാൻ ഒരു ഉത്തരം പറയേണ്ടി വരും. സോ എനിക്കറിയില്ല, മേ ബി ദാറ്റ് ഇസ് വൈ OTT പോലത്തെ സ്പേസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു തിയേറ്ററിൽ കിട്ടാത്ത ഒരു വിജയം മേ ബി OTT കിട്ടുമായിരിക്കും ആ സിനിമയ്ക്ക്. OTT ആകുമ്പോഴത്തേക്കും നമുക്ക് ഇരുന്ന് കാണാനുള്ള സമയവും ഇപ്പൊ ഇത്രയും 10,000 രൂപ, ഒരു 4 മെമ്പേഴ്സ് ഉള്ള ഫാമിലി ആണെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകണമെങ്കിൽ 10,000 രൂപ പൊട്ടി കിട്ടും. അത് പൊട്ടിക്കാത്ത നമുക്ക് നമ്മുടെ ബെഡ്റൂമിലോ ലിവിംഗ് റൂമിലോ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സൗകര്യം OTT നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. മേ ബി അത് വിജയിക്കുമായിരിക്കാം. അതിന് കവിഞ്ഞ് ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്നുള്ള കാര്യത്തിൽ മാറ്റമൊന്നുമില്ല. ഒരു മാറ്റവും ഇല്ല. OTT ഉള്ള സൗകര്യം കൊണ്ട് ആളുകൾ ഇങ്ങനെ മാറുന്നു എന്ന് മാത്രമേ നമ്മൾ കണക്കൂട്ടുന്നുള്ളൂ അല്ലെ? അതുപോലെ തന്നെയാണ് കൃത്യസമയം പാലിക്കുക അല്ലെ ഷൂട്ടിങ്ങിന്. അഭിരാമിക്ക് കാലഘട്ടത്തിന് മുമ്പ് അഭിനയിച്ചു വന്നാണ്. 6 മണി മോർണിംഗ് ലൈറ്റിൽ നമുക്കൊരു ഷൂട്ട് വേണമെന്ന് ഡിമാൻഡ് ഡയറക്റ്റ് ചെയ്താൽ
നമ്മള് 6 മണിക്ക് മേക്കപ്പ് ഇട്ട് റെഡി ആകണം അല്ലേ? ആ കാലഘട്ടം, അന്നത്തെ കാലഘട്ടം അത് കൃത്യമായി നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് ചില ആളുകൾ വരാതിരുന്നിട്ടുണ്ടാവും എന്തെങ്കിലും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ്, ഇപ്പം അഭിരാമി ഇവിടെ വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ സമയം കൃത്യത പാലിക്കുന്നില്ല ചില താരങ്ങൾ. അത്തരം താരങ്ങളോട് എന്താണ് പറയാം? പാലിക്കേണ്ടതാണ്, സമയകൃത്യത പാലിക്കേണ്ടതാണ്. അത് ഈ ഒരു പ്രൊഫഷനിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും, എന്റെ മേഖലയിലാണെങ്കിലും ഞാൻ പഞ്ചിങ് സമയം പഞ്ചിങ് ചെയ്യണം. കറക്റ്റ്, അത് പാലിക്കേണ്ടത് തന്നെയാണ്. അത് നമ്മുടെ മാത്രം സമയമല്ല അവിടെ നഷ്ടപ്പെടുന്നത്. വേറെ പല ആൾക്കാരും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് കൂടിയാണ് നമ്മൾ പറഞ്ഞ സമയത്തിന് വരുന്നത്. അല്ലാതെ നമ്മൾ ലേറ്റ് ആവുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വിളിച്ച് പറയണം, ഇങ്ങനെ ലേറ്റ് ആവുന്നുണ്ട് എന്ന് വിളിച്ച് പറയണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പങ്ക്ച്വാലിറ്റി ഒക്കെ ഇറ്റ്സ് എ വെരി ബേസിക് ക്വാളിറ്റി ഒരു ഹ്യൂമൻ ബീയിങ്ങിന്. അത്തരം ക്വാളിറ്റി ഇല്ലെങ്കിൽ അവരൊന്നും ആരാണെങ്കിലും ഒരു കലയെ സ്നേഹിക്കുന്നവരല്ല എന്ന് വേണം നമ്മൾ കൂട്ടാൻ. ഏത് മേഖലയാണ്, ഇപ്പൊ ഞാനാണ് എന്റെ മേഖല, ഒരു മേഖല എന്ന് ഞാൻ പറഞ്ഞില്ല, ഈ സിനിമാ മേഖല മാത്രമല്ല പറഞ്ഞു. അതോടൊപ്പം ലഹരി ഉപയോഗം വർദ്ധിച്ചു എന്നാണ് മലയാള സിനിമയിൽ പറയുന്നത്. വാർത്ത കേട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു. ചില ആളുകൾ ലഹരി ഉപയോഗിച്ചാലേ, ലഹരി എന്ന് വെച്ചാൽ മദ്യമല്ല, അതിനൊക്കെ അപ്പുറത്തേക്കുള്ള ഉപയോഗിച്ചാൽ മാത്രം അഭിനയിക്കാൻ മൂഡ് വരികയുള്ളൂ എന്ന് പറയുന്ന താരങ്ങളുണ്ട്. ഇപ്പൊ 2 പേരെ ഇവിടെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട്. വാർത്തകൾ അറിഞ്ഞുകൊണ്ട് മാത്രം ചോദിക്കണം, 2 പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇത്ര ലഹരി ഉപയോഗിക്കുന്നു, സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? അഭിരാമിക്ക് നേരിട്ട് അത്രയും അഭിരാമിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇപ്പൊ പറയുന്നത് കേട്ട് വിശ്വസിച്ചിട്ടുണ്ടോ? ഉണ്ടാവാം, മോസ്റ്റ് ലൈക്ലി. ഉള്ളത് കൊണ്ടല്ല ഇങ്ങനെ അത് വാർത്തയായി പുറത്തു വരികയും ഇങ്ങനെ വിലക്ക് വരികയും എല്ലാം ആയിട്ടുള്ളത്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് എ റൈറ്റ് തിങ് ടു ഡു. സ്വന്തം സമയത്ത് എന്ത് ചെയ്യുന്നോ അത് നിങ്ങൾ ചെയ്തോളൂ, അത് നിങ്ങളുടെ സ്വകാര്യ കാര്യം. ബട്ട് ഇപ്പൊ ഒരു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ വന്നിട്ട് മദ്യപിച്ചിട്ടാണ് വന്ന് ക്ലാസ് എടുക്കുന്നത്, അത് ശരിയല്ല. അല്ല നമ്മുടെ മേളിൽ ഓപ്പറേഷൻ ചെയ്യാൻ വരുന്ന ഒരു ഡോക്ടർ ഒരു ലഹരി വസ്തു ഉപയോഗിച്ചിട്ട് വരുന്നതാണെങ്കിൽ അത് ശരിയല്ല. അത് പ്രൊഫഷണലിസം ഈസ് പ്രൊഫഷണലിസം, പ്രൈവറ്റ് ലൈഫ് ഈസ് പ്രൈവറ്റ് ലൈഫ്. അത് അതിന്റെ ഒരു വേർതിരിപ്പ് ഉണ്ടാവേണ്ടതാണ്. അത് വളരെ ഇറ്റ്സ് എ വെരി കോമൺ സെൻസ് സംഭവം. അല്ല, അഭിരാമി എല്ലാ മേഖലയിലും പല ഭാഷയിൽ അഭിനയിച്ചു. അവിടെയൊന്നും ഇങ്ങനെയൊന്നും അനുഭവം ഉണ്ടായിട്ടില്ല അഭിരാമിക്ക്? എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരാള് മദ്യപിച്ചിട്ട് വന്നിട്ട് അലമ്പുണ്ടാക്കിയ അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ ഐ ഹാവ് ബിൻ ഇൻ സെറ്റ്സ് വേർ ആ മദ്യത്തിന്റെ സ്മെല്ലൊക്കെ വന്ന് എനിക്ക് അറിയാം ആള് എന്തോ കഴിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അലമ്പായിട്ടില്ല, അത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലോട്ട് പോയിട്ടില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ പറയുമായിരിക്കും. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് എല്ലാ മേഖലയിലും ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. ലൊക്കേഷൻ ഇറങ്ങിപ്പോയ ചരിത്രങ്ങളുണ്ടോ? നമ്മുടെ കൂടെ അഭിനയിക്കാൻ വന്നവരായിരിക്കും ഇറങ്ങിപ്പോയ ചരിത്രമുണ്ടോ? വേറെ ആരെങ്കിലും ഇറങ്ങിപ്പോയിട്ടുണ്ടോ? അഭിരാമി ഇറങ്ങിപ്പോയെന്നല്ല, അഭിരാമി ഇറങ്ങിപ്പോയെന്ന് എനിക്കറിയില്ല. ഇറങ്ങിപ്പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇറങ്ങിപ്പോയിട്ടില്ല. ഇല്ല, അഭിരാമി അങ്ങനെ ആലോചിച്ചു ഞാൻ ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഇറങ്ങിപ്പോയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഇറങ്ങിപ്പോയതുണ്ടോ? ഇല്ല, ഞാൻ വർക്ക് ചെയ്ത സിനിമയിൽ അങ്ങനെ ആരും വർക്കൗട്ട് നടത്തിയിട്ടില്ല. ഇല്ല. ഇപ്പോൾ അതൊക്കെ നടക്കുന്നു ഈ കാലഘട്ടത്തിലാണ്. ഇപ്പോഴത്തെ വാർത്തകളിൽ നമ്മൾ നേരിട്ട് അനുഭവിച്ച് ഞാൻ വരെ പോയി ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ എഡിറ്റിംഗ് കാണുന്നില്ല, വിവാദം എഡിറ്റിംഗ് കാണുന്നു വാശി പിടിക്കാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെയൊന്നും വാശി പിടിച്ചിട്ടില്ല. എനിക്ക് എഡിറ്റിംഗ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. വാശി പിടിക്കേണ്ടവരോട് എന്താണ്? നമ്മളൊരു സ്വാതന്ത്ര്യം ഒരു ഡയറക്ടറാണ് അല്ലെ, ഡയറക്ടറാണ് തീരുമാനിക്കേണ്ടത്. അല്ലാതെ ഞാൻ ഇതിൽ ഇൻവോൾവ് ആകും എന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആകുന്നതിൽ കുഴപ്പമൊന്നും. ഇതൊക്കെ കാണും ഞാൻ ഓരോ സീൻ കണ്ടിട്ട് അഭിനയിക്കാൻ വേണ്ടി എഡിറ്റിംഗ് എനിക്ക് കാണിക്കണം. എന്ന് അവര് രണ്ടുപേരും ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പാർട്ടീസും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അതിൽ ഇടപെടുന്നതിൽ കാര്യം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരാളുടെ ക്രിയേറ്റീവ് ഇതിലോട്ട് കൈ കടത്തുന്നത് ആവശ്യമില്ലാത്ത കാര്യമാണ്. ഞാൻ ചെയ്യാറില്ല. മറ്റുള്ളവർ ചെയ്യുന്നത് അത് ശരിയായ നടപടിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ നേരിട്ട് കണ്ടിട്ടുമില്ല അല്ലെ, അങ്ങനെയല്ല പറയാൻ പറ്റുള്ളൂ. അതെ, മൗന സമ്മതമാണെന്ന് എനിക്ക് കൊടുക്കേണ്ടി വരും. ചേടാ, ഒന്നും പറയാനും പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. ഇവിടെ ഒരു സാക്ഷിക്കോണ്ടോ എന്തോ ഉള്ള പോലെ പെട്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. സോറി യുവർ ഓണർ. നമുക്ക് അങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ആക്കണം, അങ്ങനെ ഒരു പേര് കൊടുക്കേണ്ടി വരും അല്ലേ, കോടതിയുടെ ഒരു പേര് കൊടുക്കേണ്ടി വരും അല്ലേ. അല്ല, ഇതൊക്കെ നടക്കുന്നു എന്നുള്ളതാണ് മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോയത്. അത് സത്യമായിട്ട് ഞാൻ വിളിച്ചു പറയുന്ന ഒരാളാണ്.
അതിന് എനിക്ക് വരേക്കാരുണ്ടാവും, എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഞാൻ സത്യങ്ങൾ വിളിച്ചു പറയും. ഞാൻ കള്ളമായിട്ട് വാർത്ത കൊടുക്കാറില്ല എന്ന് എനിക്ക് വളരെ വിശ്വാസമുള്ള കൂട്ടത്തിലാണ് ഞാൻ. ഞാൻ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് ഓരോ കമന്റുകൾ വായിച്ച് ഈ സിനിമയുടെ രക്ഷ എന്നൊക്കെ പറഞ്ഞ കമന്റ് വരുന്നുണ്ട്. എന്നുവെച്ചാൽ കളിയാക്കുന്നതാണ് കേട്ടോ, എന്നെ കളിയാക്കുന്നതാണ് എനിക്ക്, അല്ല എന്നോട് ഇഷ്ടമുണ്ടായിട്ട് തന്നെ അല്ല. ഇവനാണ് ഈ സിനിമ നടത്താൻ പോകുന്നത്, ഈ സിനിമയുടെ എല്ലാ പ്രശ്നവും അറിയുന്ന ഇവനാണെന്നൊക്കെ പറയുന്ന കമന്റ്. അതൊന്നും ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞു, നമ്മൾ സോഷ്യൽ മീഡിയ അങ്ങനെ മൈൻഡ് ചെയ്യുന്ന ഒരാളല്ല. എന്ത് കമന്റ് വരുമ്പോൾ അപ്പോൾ നമുക്ക് വളർച്ചയാണ്. നമ്മളെ കാണുന്നതുകൊണ്ടല്ല അവർ കമന്റ് ഇടുന്നത്, ശ്രദ്ധിച്ചില്ലേ കമന്റ് ഇടുമല്ലോ. അപ്പൊ എന്ത് കമന്റ് ഇട്ടാലും ഓക്കെ, അതിൽ കിടക്കുമ്പോൾ മാത്രം നമ്മൾ പ്രതികരിക്കും. അത് പ്രതികരിക്കേണ്ട ഒരു മനോഭാവം എനിക്കുള്ള ഒരു കൂട്ടത്തിൽ തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ പല സിനിമകളിലും അഭിനയിച്ചു, തമിഴ് തെലുങ്കു ഒക്കെ അഭിനയിച്ചു. ഇനി ഏത് ഭാഷയിൽ അഭിനയിക്കണം എന്നാണ്? എല്ലാ ഭാഷയിലും എത്തിയോ? സൗത്ത് ഇന്ത്യൻ എല്ലാ ഭാഷയും ചെയ്തു. അത് കവർ ചെയ്യണ്ട. നമുക്ക് ഹിന്ദി ചെയ്യാം, നമുക്ക് ബംഗാളി ചെയ്യാം, നമുക്ക് ഇംഗ്ലീഷ് ചെയ്യാം. ഹിന്ദിയിലൊന്നും ഓഫർ വന്നിട്ടില്ല. പണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതിന്റെ സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല. ഇപ്പൊ ഞാൻ അതിന് ആക്ച്വലി തേടി പോയിട്ടില്ല സത്യം പറയുവാണെങ്കിൽ. അതിന് കുറച്ച് നെറ്റ്വർക്ക് ചെയ്താൽ അത് ചിലപ്പോൾ അത് നടക്കുമായിരിക്കും. മേ ബി ഐ ഷുഡ്, ഐ ഡോണ്ട് നോ. ചെയ്യുന്നതിൽ എനിക്ക് വിയോജിപ്പൊന്നുമില്ല.